ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അഥവാ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷനെ 3 തരംതിരിക്കാം. 1 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, 2 മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, 3 കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒറിജിനൽ രൂപമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് +1 പഠിക്കാനുള്ളതും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. വിച്ച് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻസ്, സക്സസ് ഓർ ഫെയിലിയർ. സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഇടപാടുകളുടെ റിസൾട്ട് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. റിസൾട്ട് എന്ന് പറയുമ്പോൾ അതൊന്നുകിൽ സക്സസ് ആവാം അല്ലെങ്കിൽ ഫെയിലിയർ ആവാം. നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലെ സക്സസ് ആവാം അല്ലെങ്കിൽ റിസൾട്ട് ഫെയിലിയർ ആവാം. ആൻഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സൗണ്ട്നെസ് ഓർ വീക്ക്നെസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില നമുക്കറിയാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. സാമ്പത്തിക നില അറിയുന്നതിലൂടെ സാമ്പത്തികമായി ബിസിനസ് സൗണ്ടാണോ അല്ലെങ്കിൽ വീക്കാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ സാധിക്കും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പാസ്റ്റ് പീരീഡ്. കഴിഞ്ഞുപോയ ബിസിനസ് ഇടപാടുകളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ പോസ്റ്റ് മോർട്ടം അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം അത് കഴിഞ്ഞുപോയ ബിസിനസ് ഇടപാടുകളെ കുറിച്ചാണ് അതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേം. പണത്തിൻ്റെ മൂല്യത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷനുകളാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കാറ് വാങ്ങുമ്പോൾ അതിൻ്റെ വില നമുക്ക് പണത്തിൻ്റെ മൂല്യത്തിൽ അളക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ കാറിൻ്റെ മോഡലോ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനിയോ അത് നമുക്ക് മോണിറ്ററി വാല്യൂവിൽ അഥവാ പണത്തിൻ്റെ മൂല്യത്തിൽ നമുക്ക് അളക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല. സെക്കൻഡ് വൺ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ that is useful to management for decision making. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങളെടുക്കാൻ ഉപകാരപ്രദമായ ഒരു തരം അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അൺലൈക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വിച്ച് പ്രൊഡ്യൂസസ് ആനുവൽ റിപ്പോർട്ട്സ് മെയിൻലി ഫോർ എക്സ്റ്റേണൽ യൂസേഴ്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആനുവൽ റിപ്പോർട്ടുകളാണ് നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, ബാങ്ക് തുടങ്ങിയ എക്സ്റ്റേണൽ യൂസേഴ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപഭോക്താക്കളെന്ന് നമുക്ക് പറയാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ജനറേറ്റ്സ് വീക്ക്ലി, മന്ത്ലി റിപ്പോർട്ട്സ് ഫോർ എൻ ഓർഗനൈസേഷൻ ഇൻറ്റേർണൽ യൂസേഴ്സ് സച്ച് ആസ് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എക്സെട്ര. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ നമുക്ക് ഫ്രീക്വൻ്റായിട്ട് അഥവാ വീക്ക്ലി റിപ്പോർട്ടുകളുണ്ടാക്കാം, മന്ത്ലി റിപ്പോർട്ടുകളുണ്ടാക്കാം. പ്രധാനമായും അത് ഓർഗനൈസേഷനകത്തുള്ള യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് തയ്യാറാക്കുന്നത്. ലൈക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർ ആവാം, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിൻ്റെ റിപ്പോർട്ടുകളാവാം, തുടങ്ങിയവാം. ഇറ്റ് മേ ഇൻക്ലൂഡ് ദ റിപ്പോർട്ട്സ് ഓഫ് അവൈലബിൾ ക്യാഷ്, മന്ത്ലി സെയിൽസ്, amount of orders in hand, states of account payable, receivable, stock of raw material, etc. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടുകളിൽ നമുക്ക് സാധാരണ രീതിയിൽ ഉപകാരപ്പെടുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് റിപ്പോർട്ടുകൾ അവൈലബിൾ ക്യാഷ്, ലഭ്യമായ ക്യാഷിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ മാസ സെയിൽസ് റിപ്പോർട്ടുകൾ, അതുപോലെ നിലവിലുള്ള ഓർഡറുകൾ, അതുപോലെ സ്റ്റേറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ, റിസീവബിൾ, പണം തരാനുള്ള ആളുകൾ, നമ്മൾ പണം കൊടുക്കാനുള്ള ആളുകൾ, അതുപോലെ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന റിപ്പോർട്ടുകളാണ്. തേർഡ് വൺ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ബൈ വിച്ച് കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓർ സർവീസ് ആർ അസർട്ടൈൻഡ് ആൻഡ് കൺട്രോൾഡ്. സ്ഥാപനത്തിലെ പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും വില കണക്കാക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ബൈ വിച്ച് cost of the products or services are ascertained
ആൻഡ് കൺട്രോൾഡ്. ഈ പ്രോസസ്സിലൂടെ നമുക്ക് പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും അതുപോലെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളെ കുറിച്ചാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ, റിലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് കൺസിഡേർഡ് ടു ബി റിലയബിൾ if it is free from bias. അക്കൗണ്ടിങ് ഇൻഫർമേഷനെ വിശ്വാസയോഗ്യമായിട്ട് നമ്മൾ പറയുന്നത് if it is free from bias, വ്യക്തിപരമായോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ സ്വാർത്ഥതകളിൽ നിന്നോ അല്ലെങ്കിൽ ചായ്വുകളിൽ നിന്നോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫ്രീ ആകുമ്പോഴാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൂടുതൽ വിശ്വാസയോഗ്യമാണ് എന്ന് പറയുന്നത്. ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് ദ ഫാക്ട്. സത്യസന്ധമായ കാര്യങ്ങൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്പർ 2, റിലവൻസ്. ദ ഇൻഫർമേഷൻ ടു ബി റിലവൻറ്റ് ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ടൈം. ആവശ്യമായ സമയങ്ങളിൽ അവൈലബിൾ ആവുന്നതായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ മാത്രമേ മാനേജ്മെൻറ്റിന് തക്ക സമയത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഇൻ ടൈം. ടൈംലിനെസ് ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നുള്ളതാണ് റിലവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 3, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു whom it is communicated. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് മനസ്സിലാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളായിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ് ത്രൂ വിച്ച് ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്സ് ഇൻഫർമേഷൻ ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ആൻഡ് ഇൻറ്റേർണൽ യൂസേഴ്സ്. അതുകൊണ്ട് എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻറ്റേർണൽ യൂസേഴ്സിനും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. നമ്പർ 4, കമ്പാരബിലിറ്റി. ഇറ്റ് മീൻസ് ദാറ്റ് the accounting report should be comparable with other firm to identify the similarities or differences. താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ടു അച്ചീവ് ദിസ് ദ പീരീഡ്, ദ ഫോർമാറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എക്സെട്ര ഷുഡ് ബി ദ സെയിം. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ടിങ് ഓരോ ഫേമുകൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡുകളിൽ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു ഏകീകൃത രൂപമുണ്ടായിരിക്കണം. ദ ഫോർമാറ്റ് ഷുഡ് ബി ഐഡൻറ്റിക്കൽ. അതുപോലെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് ഓൾസോ ഷുഡ് ബി ഐഡൻറ്റിക്കൽ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. ഫസ്റ്റ് വൺ, ടു മെയിൻറ്റെയിൻ ദ ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ്സിൻ്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ബിസിനസ് മാനേജേഴ്സ് കനോട്ട് റിമെമ്പർ എവറി ട്രാൻസാക്ഷൻ ഓർ ഇവൻറ്റ് ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ് ഇൻ ദർ ബിസിനസ്. ബിസിനസ് മാനേജേഴ്സിന് അവരുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷനുകളെല്ലാം ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസകരമാണ്, അതിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ടു ബി റെക്കോർഡഡ്. അതുകൊണ്ടാണ് അത് എഴുതി വെക്കണം എന്ന് പറയുന്നത്. വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ടു ഫൈൻഡ് ഔട്ട് എറേഴ്സ് ഇഫ് എനി ഇൻ ദ ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ റെക്കോർഡുകൾ ഉപയോഗിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പം സാധിക്കും. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും നമുക്ക് എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. നമ്പർ 2, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് to the enterprise by preparing profit and loss account. Profit and loss account പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ഥാപനത്തിൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ ഉണ്ടായിരിക്കുന്നതെന്ന് എളുപ്പം കണ്ടുപിടിക്കാൻ സാധിക്കും. അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇറ്റ് ഇംപ്ലൈഡ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ബിസിനസ് in terms of assets and liabilities, and it is revealed by preparing balance sheet.
ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ അസറ്റ്സും അഥവാ നമ്മുടെ ആസ്തികളും ബാധ്യതയും മനസ്സിലാക്കാനും അതിലൂടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വീക്ക്നെസ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ സഹായത്താൽ സാധിക്കുമെന്നുള്ളതാണ്. ദെൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ obtained from records should be communicated to the interested parties like owners, creditors, bankers, government employees, etc. അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും അത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് നമ്മൾ പറഞ്ഞു, there are two parties, external parties and internal parties. External parties like creditors, bankers, government, etc. Internal parties like departmental heads, ചീഫ് എക്സിക്യൂട്ടീവ് എക്സെട്ര. ഇവരൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്.